ഞാൻ എൻ്റെ ജീവിതമാണ് പറയണത്. എൻ്റെ മകള് ഇടയ്ക്ക് ഫെയിൻറ്റ് ചെയ്യാണ്. ഹസ്ബൻഡ് ഹോസ്പിറ്റലാണ്, കോവിഡ് ബാധിച്ചിട്ട് വളരെ മോശമായ അവസ്ഥയിൽ. അപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വീട്ടിൽ മുഴുവൻ ഡോക്ടർമാരുണ്ട്, എല്ലാവരും ഫോണിൽ കൂടി ആ ചികിത്സ നടന്നില്ല. ഒടുക്കം വീണു എന്ന അവസ്ഥയിൽ JDT-യിൽ ഉള്ള ജോലി ചെയ്യുന്ന എൻ്റെ സിസ്റ്ററിലോ പറഞ്ഞു, ചേച്ചി വേഗം ഞാൻ ആംബുലൻസ് അയക്കാം, മഞ്ജുവിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് മേരിക്കുന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം എന്ന്. അങ്ങനെ ആംബുലൻസ് വന്ന് ആംബുലൻസിൽ കയറാൻ പറ്റില്ല. അതൊക്കെ ഒരു കഥയാണ്. 2 കുഞ്ഞുങ്ങളെയും കൂടി ഞാൻ വീട്ടിൽ, ഞങ്ങൾക്കൊക്കെ കോവിഡ്, ഇവളിങ്ങനെ പോവുക, വീട് നിന്ന് കുട്ടിയെ ഇറങ്ങിപ്പോകുന്നത്. കാരണം അവിടെ അടച്ചിരിക്കുകയാണ്, ഇങ്ങോട്ട് വരാൻ പാടില്ല. എന്നിട്ട് അങ്ങനെ പോയി ആ കുട്ടി പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആരോഗ്യ സ്ഥാപനങ്ങൾ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ കോഴിക്കോട് നഗരത്തിൽ ഉണ്ടാവുക എന്നത് ഒരു മേയർ എന്ന നിലയിൽ വലിയൊരു ആശ്വാസമാണ്. ഗുണനിലവാരമുള്ള പോളിക്ലിനിക്കുകളാണ് നമുക്ക് ആവശ്യം. CMC പോളിക്ലിനിക്ക് ഒരു ശൃംഖലയാണ് എന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ സുഷാജ് പറയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല നിലവാരമുള്ള ഒരു പോളിക്ലിനിക്കായിരിക്കും ഇത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ന് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർകളെയാണ്. അദ്ദേഹം ഉടൻ വരും എന്ന് സുഷാജ് പറഞ്ഞതുകൊണ്ട് ഒരു മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങി ഓടി വരികയാണ് ഞാൻ. എന്ന് വെച്ചാൽ 10:30 നടക്കേണ്ട അടുത്ത മീറ്റിംഗ്, അതിൽ പങ്കെടുക്കാൻ കഴിയാതെയാണ് ഞാൻ ഓടി എത്തിയിരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് ഇത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ പോളിക്ലിനിക്കാണെന്നാണ്. ആദ്യമേ പറയാം, ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ സുഷാജ് പറയുമ്പോഴാണ് ഇതുപോലെ ഒരു CMC ഗ്രൂപ്പിൻ്റെ പോളിക്ലിനിക്കാണ് എന്നറിയുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ സ്റ്റേജിലും അതുപോലെ ഈ വേദിയിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ പറയാനുള്ളത്, ഇത്തരം സ്ഥാപനങ്ങൾ വരുമ്പോൾ അതിൻ്റെയൊക്കെ ഗുണഫലം നമുക്ക് കൂടി കിട്ടും. പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഓടിപ്പോവാൻ, ഒരു പ്രൈവറ്റ് ആവുമ്പോൾ നമുക്ക് അവർ പൈസ വാങ്ങുമെങ്കിലും ഞാൻ സാധാരണ കാണുന്നത് കോഴിക്കോട്ടൊരു പ്രത്യേകത, തീരെ ഇല്ലാത്തവരോട് അനുകമ്പ കാണിക്കുകയും അവർക്ക് മറ്റു ചില തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് കോഴിക്കോടുള്ള മിക്കവാറും പ്രൈവറ്റ് ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. എൻ്റെ അനുഭവമുണ്ട് ആ കാര്യത്തിൽ. അതുകൊണ്ട് പണ്ടൊരു നാട്ടുമ്പുറം പോലെ കിടന്നിരുന്ന നമ്മുടെ ഈ പനാത്ത് താഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ CMC ഗ്രൂപ്പിനെ ഞാൻ അഭിനന്ദിക്കുകയും അതോടൊപ്പം ഇതിൻ്റെ ഗുണം, ഇതിൻ്റെ ഒരു വെളിച്ചം നമുക്കെല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാ ആശംസകളും ഞാൻ ഈ ഗ്രൂപ്പിന് കൊടുക്കുകയും ഇത് എപ്പോഴും ഒരു തണലായി, താങ്ങായി ഈ ഭാഗത്തെ ആൾക്കാർക്കും ഇവിടുത്തെ നല്ല നിലവാരമുള്ള ഒരു ക്ലിനിക്കാണ് എന്നറിഞ്ഞാൽ ഇവിടേക്ക് ആൾക്കാർ തന്നെ എത്തും. അതുകൊണ്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്ന് ഞാൻ പലവട്ടം പറയുന്നതിൻ്റെ കാരണം, നമുക്കിപ്പോൾ ഈ പല ഭാഗത്തായിട്ട് പോളിക്ലിനിക്കുകളുണ്ട്, പക്ഷേ ഗുണനിലവാരമുണ്ട് എന്നറിഞ്ഞാൽ അവിടേക്ക് ആൾക്കാർ ദൂരത്തു നിന്ന് വരും, പല പോളിക്ലിനിക്കുകളെയും ഒഴിവാക്കിക്കൊണ്ട്. അതാ ഇത് കണ്ടതല്ലേ, നന്നായി. ഒരു ഹോം കെയർ അത് ഇപ്പോൾ വളരെ ആവശ്യമാണ്. കേരളത്തിലിപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് ഒരു വീട്ടിൽ വന്നിട്ട്, കാരണം കുട്ടികളൊക്കെ പഠിച്ച് സ്ഥലം വിട്ടു, പഠിക്കാനായിട്ടും സ്ഥലം വിട്ടു, പഠിച്ചവരും സ്ഥലം വിട്ടു. പിന്നെ ഇപ്പോൾ കൂടുതലുള്ള ആൾക്കാർ വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ അച്ഛനമ്മമാരാണ്. മുഴുവനായിട്ട് വയോജനം എന്ന് പറയാൻ പറ്റില്ല. 50-60 ആകുമ്പോഴേക്കും ഒക്കെ മക്കളൊക്കെ സ്ഥലം വിട്ടിട്ടുണ്ടാവും. 60 വയസ്സ് കഴിയുന്നവരെയാണ് നമ്മൾ സീനിയർ സിറ്റിസൺസ് എന്ന് പറയാം. അപ്പോൾ ഒരർത്ഥത്തിൽ ഒരു യൗവനത്തിൻ്റെ സായാഹ്നത്തിലും അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ തുടക്കത്തിലുമൊക്കെ മക്കൾ അടുത്തില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ പേർ നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് പൈസയുണ്ട്, അവർക്ക് ഇൻഷുറൻസ് ഉണ്ട്, അവർക്കൊക്കെ അത്യാവശ്യം ഒന്ന് ഓടിച്ചെല്ലാൻ ഒരു ഡോക്ടറുടെയോ നഴ്സിൻ്റെയോ ഒക്കെ സഹായമായിരിക്കും. അതുകൊണ്ട് ഞാൻ വെറും ഒരു ആംബുലൻസ് മാത്രമല്ല ഇത് വാസ്തവത്തിൽ പെട്ടെന്നൊരു രോഗനിർണയത്തിന് കൂടി സഹായിക്കുന്ന ഹോം കെയറിന് വേണ്ടിയുള്ള ഒരു ആംബുലൻസാണ്. അതുകൊണ്ട് അതിൻ്റെ സേവനം അതും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പലർക്കും ഈ പറഞ്ഞതുപോലെ ഒന്ന് വന്ന് നോക്കാൻ ആളില്ലാത്തിടത്ത് ഒന്ന് ഫോൺ ചെയ്താൽ വരാൻ, നമുക്ക് സാധിച്ചില്ലെങ്കിൽ അയൽവക്കക്കാർക്കെങ്കിലും ഒന്ന് ഫോൺ ചെയ്തിട്ട് ഒന്ന് ഓടി വന്ന് ഡോക്ടറും നഴ്സും ബാക്കി കൂടെയുള്ളവരും കൂടി വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് പെട്ടെന്നൊരു BP എത്ര അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നൊരു പെട്ടെന്നൊരു കെയർ, ഇമ്മീഡിയറ്റ് ക്രിട്ടിക്കൽ കെയർ എന്ന രീതിയിൽ കൊണ്ടുപോകാൻ, ആശുപത്രിയിലേക്കെങ്കിലും എത്തിക്കാനുള്ള ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത് വളരെ വളരെ ഉപകാരപ്രദമാണ് ഇന്നത്തെ കാലത്തിൽ. പ്രത്യേകിച്ച് പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാർഡിയോളജി ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉടൻ എത്തുക, സമയത്തിനാണ് അവിടെ ഏറ്റവും വില. അപ്പോൾ അവിടെ എത്തിക്കൊണ്ട് ആ ലൈഫ് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ ഒരു സഹായമായി മാറും എന്നത് ഒരു വാസ്തവമാണ്. എല്ലാ അർത്ഥത്തിലും 1957 മുതൽ ഒരു വ്യക്തമായ ഹെൽത്ത് ആരോഗ്യ നയം ഉള്ള ഒരു സർക്കാർ ഭരിച്ച രാജ്യമാണ് നമ്മുടെ കേരളം. അതുകൊണ്ടാണ് കേരളം ഇന്ന് ആരോഗ്യ രംഗത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ഒരു അസൂയാർഹമായ രീതിയിൽ വളർന്നു വരാൻ കഴിയുന്നത്. സർക്കാരും അതോടൊപ്പം തന്നെ പ്രൈവറ്റും
എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം നമ്മുടെ സർക്കാർ എടുക്കുന്നുണ്ട്, കേരളത്തിലെ ഗവൺമെൻറ്റുകൾ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ വെളിച്ചത്തിന് ഒരു ഉദാഹരണം കൂടിയാണ് നമ്മുടെ CMC ഈ ഒരു പോളിക്ലിനിക്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഹോം കെയർ, ഒരു ക്രിട്ടിക്കൽ കെയർ എന്ന് മാത്രം സംവിധാനം ഉണ്ട്. ക്രിട്ടിക്കൽ കെയർ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടല്ലോ, അതാണ് 24 hour ആണ്. ഗുഡ്. അപ്പോൾ അതെ ഞാൻ പറയാം, അപ്പോൾ അതിനകത്ത് എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നുള്ള ഇൻ്റർവെൻഷൻസ് എത്ര വേഗത്തിൽ ഇടപെടാൻ കഴിയുമോ അത്ര വേഗത്തിൽ അത് ആ രോഗത്തിന് തൽക്കാലം താങ്ങി നിർത്തിക്കൊണ്ടൊരു ആശുപത്രിയിലെത്തി ബാക്കി കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കുന്ന ഒരു കെയറാണിത്. അല്ലാത്തവർക്കും പരിച്ച് കിടക്കുകയാണ് രണ്ടുപേരും, ഒന്ന് വിളിക്കാൻ പറ്റും. ഇവിടുന്ന് അവിടെ ചെന്ന് അത്യാവശ്യം വേണ്ട ടെസ്റ്റുകളൊക്കെ നടത്തി റിസൾട്ടും മരുന്നും ഒരുപക്ഷെ പിന്നീട് കൊടുക്കാൻ പറ്റുമായിരിക്കും. കാരണം അതിൻ്റെ റിസൾട്ട് കിട്ടാൻ ചിലപ്പോൾ സമയമെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു വലിയ ആശ്വാസമായിരിക്കും. കാരണം കൊറോണയ്ക്ക് നമ്മൾ അറിഞ്ഞതാണ്, കൊറോണയിൽ പലരും മരിച്ചതിൻ്റെ കാരണം കൊറോണ തുടങ്ങിയപ്പോൾ ആശുപത്രിയിൽ പോകണം എന്ന അവസ്ഥയിലെത്തി എന്ന് പറയാൻ ഡോക്ടർമാർ ചെന്ന് സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിച്ചില്ല. ഒരു ചികിത്സയിലെ ആധുനിക ചികിത്സാ രീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ആ കഴുത്തുമ്മലും കാതിലൊക്കെ തൂക്കിയിരുന്ന സാധനം, സ്റ്റെതസ്കോപ്പ്. അത് വെച്ച് പരിശോധിച്ചാലേ നിങ്ങളുടെ ലങ്സിൻ്റെ, നിങ്ങളുടെ അല്ല നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനക്ഷമത എത്രമാത്രം ഉണ്ട് എന്നും കോവിഡ് കാരണം ഉണ്ടാകുന്ന ന്യൂമോണിയ എന്ന രോഗബാധയുടെ തുടക്കമാണ്, അല്ലെങ്കിൽ കോവിഡാണ് പക്ഷേ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മാത്രമേ സാധിക്കൂ എന്ന വരെ എത്തിയോ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനാവൂ. രോഗിയെപ്പോലും സ്പർശിക്കാതെ ദൂരെ നിന്ന് ലക്ഷണം കണ്ട് മരുന്ന് കൊടുക്കുന്ന ടെലിമെഡിസിനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതൊന്നും കഴിയുന്നത്ര വിജയപ്രദമായില്ല. ഞാൻ എൻ്റെ ജീവിതമാണ് പറയണത്. എൻ്റെ മകള് ഇടയ്ക്ക് ഫെയിൻറ്റ് ചെയ്യാണ്. ഹസ്ബൻഡ് ഹോസ്പിറ്റലാണ്, കോവിഡ് ബാധിച്ചിട്ട് വളരെ മോശമായ അവസ്ഥയിൽ. അപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വീട്ടിൽ മുഴുവൻ ഡോക്ടർമാരുണ്ട്, എല്ലാവരും ഫോണിൽ കൂടി ആ ചികിത്സ നടന്നില്ല. ഒടുക്കം വീണു എന്ന അവസ്ഥയിൽ JDT ഉള്ള ജോലി ചെയ്യുന്ന എൻ്റെ സിസ്റ്ററിലോ പറഞ്ഞു, ചേച്ചി വേഗം ഞാൻ ആംബുലൻസ് അയക്കാം, മഞ്ജുവിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് മേരിക്കുന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം എന്ന്. അങ്ങനെ ആംബുലൻസ് വന്ന് ആംബുലൻസിൽ കയറാൻ പറ്റില്ല. അതൊക്കെ ഒരു കഥയാണ്. 2 കുഞ്ഞുങ്ങളെയും കൂടി ഞാൻ വീട്ടിൽ, ഞങ്ങൾക്കൊക്കെ കോവിഡ്. ഇവളിങ്ങനെ വീട് നിന്ന് കുട്ടിയെ ഇറങ്ങിപ്പോകുന്നത്, കാരണം അവിടെ അവച്ച് അടച്ചിരിക്കുകയാണ്, ഇങ്ങോട്ട് വരാൻ പാടില്ല. എന്നിട്ട് അങ്ങനെ പോയി ആ കുട്ടി പോയി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, കുറച്ച് മണിക്കൂറുകളും കൂടി വൈകിയിരുന്നെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായേനെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയാണ്, സ്പർശം എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് ആധുനിക മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ, ആയുർവേദമായിക്കൊള്ളട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, അവിടെയൊക്കെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്പർശം. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഒരു വീട്ടിലെത്തുമ്പോൾ ഇവിടെ ഡോക്ടേഴ്സിന് സ്പർശനത്തിലൂടെ നടക്കാവുന്ന പൾസ് റേറ്റ് നോക്കുന്നു, അതുപോലെ നമ്മൾ ഹാർട്ട് ബീറ്റ് നോക്കുന്നു, നമ്മുടെ ലങ്സിൻ്റെ പ്രവർത്തനം നോക്കുന്നു. ഇതെല്ലാം നോക്കാൻ സാധിക്കുക എന്ന ആ സ്പർശം എന്ന ഒരു ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അത് നടപ്പിലാവുന്നത് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വീടുകളിൽ എത്തി രോഗികളെ പരിശോധിക്കുന്നത് കൂടിയാണ്. അതുകൊണ്ട് CMC ഗ്രൂപ്പിന് എല്ലാ തരത്തിലുള്ള ആശംസകൾ നേരുന്നു. നല്ല ഒരു രീതിയിലേക്ക് ഇത് ഉയർന്നു വരട്ടെ. കോഴിക്കോട്ടെ ജനങ്ങൾക്ക് ഇങ്ങനൊരു വാഹനം ഉണ്ടെങ്കിൽ കോട്ടൂളി പ്രദേശത്ത് മാത്രമല്ലല്ലോ, നമുക്ക് ദൂരെ ഓടിയെത്താമല്ലോ. അങ്ങനെയൊക്കെ എത്തിക്കൊണ്ട് ആശ്വാസം പകരാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനത്തെത്തുന്നവരെ കാത്തു നിൽക്കാൻ എനിക്ക് സമയമില്ല എന്നുകൂടി. മന്ത്രി പോയോ? അത് ശരി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിച്ചനോട് പറഞ്ഞു, ഞാൻ മന്ത്രി ഇറങ്ങുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് മേയറെ വിളിക്കാമെന്ന്. അപ്പം ഞാൻ ഈ ഫോണും പിടിച്ചിട്ടാണ് നടക്കുന്നത്. ഇപ്പം വിളിച്ചാൽ എനിക്ക് എടുക്കണ്ടേ, മറന്നു പോയിട്ടുണ്ടാവും അവസരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്നോട് സുഷാജി വിളിച്ചത്. ഞാനപ്പോൾ LDFൻ്റെ മീറ്റിങ്ങിലാണ്, അവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം നല്ല രീതിയിൽ എന്നെ കാത്തിരുന്നതിനും, വൈകിയത് മനഃപൂർവ്വമല്ല, മിനിസ്റ്റർ എത്തുന്നതിന് മുമ്പ് വന്നാൽ മതിയല്ലോ. രാവിലെ 8:30 തുടങ്ങിയ ഓട്ടാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണം എന്നൊന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അന്നുകൂടി എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും.